ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഏപ്രിൽ 2 വ്യാഴാഴ്ച കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സബിൻ എസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയി, വേദ ശങ്കർ, വിനായക്, അൽഫോൺസ് പുത്രൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം അവധി ദിനവും ദുഃഖ വെള്ളിയാഴ്ചയും കൂടിയായി ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ബുക്ക് മൈ ഷോയിൽ വമ്പൻ ട്രെൻഡിംഗ് ആണ് കാണിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച മണിക്കൂറിൽ 17,000-12,000 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 20,000-ന് മുകളിലാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി ഈ സിനിമയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് 1,92,00,000 രൂപയാണ്. അതായത് ആദ്യ ദിവസത്തേക്കാൾ രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ച പ്രീസെയിലും കളക്ഷൻ കൂടിയിട്ടുണ്ട്. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചതിന് അപ്പുറമുള്ള കളക്ഷനാണ് കേരളം ഉൾപ്പെടെ നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 5,15,00,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ മാത്രം നേടിയെടുത്തത്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ ദിവസം 8 കോടിയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അതിനപ്പുറമുള്ള ഏകദേശം 10 കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. പുതുമുഖ പുതുതലമുറ താരനിര അണിനിരന്ന ഈ സിനിമയ്ക്ക് ഈ അവധി ദിനങ്ങൾ വമ്പൻ കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ആട് 3. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 15-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 91 ലക്ഷം രൂപയാണ്. അങ്ങനെ 48,43,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 117 കോടി റേഞ്ചിലാണ്. 60-65 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് തിയേറ്റർ വിജയം നേടിയെടുക്കാൻ 120 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കേണ്ടത്. എന്തായാലും ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഉൾപ്പെടെ വരും അവധി ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്റർ വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വാരം അതായത് മാർച്ച് 20 തിയേറ്ററിലെ മലയാള സിനിമയാണ് പ്രതിച്ഛായ. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ചിത്രം 8-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 18,70,000 രൂപയാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 4,49,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലുമാണ്. സജിൽ മമ്പാട് സംവിധാനം ചെയ്ത് മാർച്ച് 25 തിയേറ്ററിലെ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, ആദം സാദിഖ്, അൽ അമീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 6,50,000 രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,07,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമയും ഏകദേശം പരാജയം ഉറപ്പിച്ചിട്ടുണ്ട്. മാർച്ച് 19 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തുന്ന ദുരന്തർ 2 ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 32,50,000 രൂപയാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് 17,06,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ ഇന്നലെ വരെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1,122 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 370 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 1,492 കോടി 17 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. നവാഗതനായ ജിത്തു സതീശൻ മകരത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 6 തിയേറ്ററിലെ മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. ഒരു മിസ്റ്ററി ത്രില്ലർ ഫാന്റസി കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് 28-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,05,000 രൂപ നേടിയെടുക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 28 ദിവസം കൊണ്ട് കേരളത്തിൽ 5,14,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,50,00,000 റേഞ്ചിലാണ്. മാർച്ച് 20 തിയേറ്ററിലെത്തിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. മാർച്ച് 26 കേരളത്തിൽ റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് ഇന്നലെ 25 ലക്ഷം രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. 8 ദിവസം കൊണ്ട് 1,67,00,000 രൂപ കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ 8 ദിവസം കൊണ്ട് നേടിയെടുത്തത് 24,95,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 29,90,00,000 രൂപയുമാണ്. $200 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി $334 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.